പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ആരാധനയിൽ പ്രത്യേകമായിട്ട് എല്ലാ മക്കൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുന്നവരുണ്ട്, അത് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. അതോടൊപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. സങ്കീർത്തനം 37-ന്റെ 5-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക: നിന്റെ ജീവിതം കർത്താവിന് വരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ ആകുലതകൾ, നമ്മുടെ ഉത്കണ്ഠകൾ അതെല്ലാം കർത്താവിന് ഭരമേൽപ്പിച്ചാൽ കർത്താവ് അത് നോക്കിക്കൊള്ളും എന്നാണ് വചനം തരുന്ന വാഗ്ദാനം. നമുക്ക് ആ വചനത്തിൽ ഉറച്ച് വിശ്വസിച്ച് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കാം. സ്നേഹമുള്ളവരെ, 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്ന ഒരു തിരുനാളാണ് വിശുദ്ധ ഡോൺ ബോസ്കോയുടെ തിരുനാൾ. വിശുദ്ധ ജോൺ ബോസ്കോ എന്നും ഡോൺ ബോസ്കോ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന വലിയൊരു വിശുദ്ധനാണ്. പ്രത്യേകിച്ച് കുട്ടികളെയും യുവതി യുവാക്കളെയും ഒത്തിരിയേറെ സഹായിക്കുകയും അവരെ യേശുവിൽ വളർത്തുകയും അവർക്കൊരു ജീവിത ദർശനം നൽകുകയും ചെയ്ത സഭയിലെ വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധ ജോൺ ബോസ്കോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് മിഷൻ പ്രദേശങ്ങളിലൊക്കെ ഡോൺ ബോസ്കോ ഫാദേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമാണ്, കുട്ടികളുടെ ഇടയിലും യുവതി യുവാക്കളുടെ ഇടയിലും. ഞാൻ നാഗാലാൻഡിലെ കൊഹിമയിലെ ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടറായിരുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്ന ആ നാളുകളിൽ ഒരിക്കൽ ഞങ്ങൾ ഈ നാഗാലാൻഡിൻ്റെയും മണിപ്പൂരിൻ്റെയും ബോർഡറിലൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞങ്ങളുടെ വാഹനം അത് കേടായതുകൊണ്ട് കുറച്ച് സമയം അവിടെ വെച്ച് പോയി. അങ്ങനെ കുറച്ച് രാത്രിയായി. അപ്പോൾ ആ രാത്രിയിൽ ഞങ്ങൾ പോകുമ്പോൾ അത് അപകടങ്ങൾ നിറഞ്ഞ സ്ഥലമാണ്. പ്രത്യേകിച്ച് അവിടെ കൊള്ളക്കാരും ആക്രമിക്കുന്നവരൊക്കെ വേണമെങ്കിൽ നമ്മൾ ആക്രമിക്കാം, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. രാത്രി കാലങ്ങളിൽ അധികം യാത്ര അതിലൂടെ പോകാറില്ല. പക്ഷെ ഞങ്ങളുടെ വണ്ടിക്ക് ഇങ്ങനെ പ്രശ്നം വന്നതുകൊണ്ട് ഞങ്ങൾ വൈകിപ്പോയി. ഞാനും ഉണ്ട്, ഡ്രൈവറും, അതോടൊപ്പം അവിടെ ശുശ്രൂഷ ചെയ്യുന്ന 2 സിസ്റ്റേഴ്സും ധ്യാന കേന്ദ്രത്തിലെ 1-2 ശുശ്രൂഷകരുമുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിലൂടെ ജപമാല ചൊല്ലിയൊക്കെ പ്രാർത്ഥിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ഏതാനും പേർ ഞങ്ങളുടെ വാഹനത്തിന് മുമ്പിലേക്ക് ചാടി വന്നു. അപ്പോൾ അവർ വാഹനത്തിലൊക്കെ മുമ്പിൽ വന്ന് തടഞ്ഞു നിർത്തി. ഡ്രൈവറോട് ഉടനെ തന്നെ എവിടെ നിന്നാണ്, എന്താണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് നാഗാലാൻഡിൽ ചെന്നതിന് ശേഷം ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ്. അപ്പോൾ എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയുകയില്ല. അപ്പോൾ ഡ്രൈവർ ഉടനെ തന്നെ ആ വ്യക്തികളോട് ഇങ്ങനെ ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ ആക്രമിക്കാൻ പോലും തയ്യാറായി നിന്നിരുന്ന, ഒരുപക്ഷെ കൊള്ള ചെയ്യാനായിരിക്കാം, അവരോട് ഇങ്ങനെ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞുള്ളൂ: ഡോൺ ബോസ്കോ ഫാദേഴ്സ് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഡോൺ ബോസ്കോ ഫാദേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ അവരൊന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ അകത്ത് 2 സിസ്റ്റേഴ്സ് ഇരിക്കുന്നത് കണ്ടു, എന്നെയും കണ്ടു. അവരവിടെ നിന്ന് പോയി. അപ്പോൾ ഈ ഡ്രൈവർ, ഞങ്ങളുടെ ഡ്രൈവർ നേപ്പാളിയാണ്, നേപ്പാളിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പഠിച്ചൊരു പാഠമാണ്, അവിടെ കൊള്ളക്കാർക്കും കള്ളന്മാർക്കും അങ്ങനെ എല്ലാവരും പോലും ആദരിക്കുന്ന ഫാദേഴ്സാണ് ഡോൺ ബോസ്കോ ഫാദേഴ്സ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ എവിടെ പോയാലും VC-ക്കാരൊക്കെ അവിടെ വളരെ കുറച്ചുള്ളൂ, വിൻസെൻഷ്യൻ അച്ഛന്മാരൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ എവിടെ ആരുടെ മുമ്പിൽ ചെന്ന് പെട്ടാലും, അത് പോലീസിൻ്റെ ആണെങ്കിലും പട്ടാളത്തിൻ്റെ ആണെങ്കിലും കൊള്ളക്കാരുടെയും മുമ്പിൽ ചെന്ന് പെട്ടാലും ഡോൺ ബോസ്കോ ഫാദേഴ്സ് എന്ന് പറഞ്ഞാൽ അവരൊന്നും ചെയ്യത്തില്ല, അവർ നമ്മൾ വേഗം പറഞ്ഞു വിടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഡോൺ ബോസ്കോ ഫാദേഴ്സ് അവിടെ വർഷങ്ങളായിട്ട് അവിടെ സ്കൂളുകളും കോളേജുകളും അതോടൊപ്പമുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് നോർത്ത് ഈസ്റ്റിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഈ കൊള്ളക്കാർക്ക് പോലും അറിയാം ഈ അച്ഛന്മാർ അവിടെ വന്ന് ജീവിക്കുന്നത് അവരുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ അച്ഛന്മാർ നടത്തുന്ന ഒത്തിരി ഓർഫനേജുകളുണ്ട്, കുട്ടികളെ വളർത്താനും പഠിപ്പിക്കാനും. അതുകൊണ്ട്
ഈ അച്ഛന്മാരുടെ പേര് പറഞ്ഞാൽ ഒരു സ്ഥലത്തും ആരും പൊതുവെ ഒന്നും ചെയ്യുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ ഡോൺ ബോസ്കോ ഫാദേഴ്സിൻ്റെ അവരുടെ ഈ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ഡോൺ ബോസ്കോയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയൊരു വിശുദ്ധനാണ് ഈ വിശുദ്ധ ഡോൺ ബോസ്കോ. അദ്ദേഹം ഇറ്റലിയിലെ വളരെ ദരിദ്രമായിട്ടുള്ളൊരു കുടുംബത്തിൽ അദ്ദേഹം ഒരു കുഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ നമ്മൾ ഒത്തിരിയേറെ കോരിത്തെരിപ്പിക്കുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചുപോയി. അമ്മയുടെ പേര് മമ്മ മാർഗരറ്റ് എന്നാണ്. ഈ അമ്മയാണ് കൃഷി ചെയ്തും അതോടൊപ്പം ആടിനെ നോക്കിയും 2 മക്കളെ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ ഈ ജോൺ ബോസ്കോ ഇളയ കുട്ടിയാണ്. ഈ കുട്ടിയെയും മൂത്ത കുട്ടിയെയും ഈ അമ്മയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജോൺ ബോസ്കോ പതിവായിട്ട് ആടിനെ നോക്കാൻ പോകുമായിരുന്നു. ദരിദ്ര കുടുംബമാണ്. അപ്പോൾ ഒരു ദിവസം ആടിനെയൊക്കെ നോക്കി അങ്ങനെ അതിൻ്റെ കുടിലിൽ കയറി കഴിഞ്ഞ് അവിടെ ഈ ആടിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ 9ാമത്തെ വയസ്സിൽ ഈ ഡോൺ ബോസ്കോയ്ക്ക് ഒരു സ്വപ്നം, ഒരു ദർശനം ദൈവം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ സ്വപ്നം, ആ ദർശനം എങ്ങനെയായിരുന്നു? ഒരിടത്ത് കുറേ കുട്ടികൾ കിടന്ന് ബഹളമുണ്ടാക്കുന്നു. വളരെ തെമ്മാടികളായിട്ടുള്ള കുട്ടികളാണ്. അവർ തെറി പറയുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുന്നു. അപ്പോൾ ആ കുട്ടികളുടെ ഇടയിലേക്ക് ഈ കുട്ടി, ജോൺ ബോസ്കോയുടെ ചെറുപ്പത്തിൽ ജോണി എന്നാണ് ജോൺ ബോസ്കോ വിളിച്ചിരുന്നത്, ജോണി അങ്ങനെ അവരുടെ ഇടയിലേക്ക് ചെല്ലുന്നു. അവരുമായിട്ട് ജോണി കുറേ അനുരഞ്ജന സംസാരങ്ങളൊക്കെ, ചർച്ചകളൊക്കെ നടത്തി. പക്ഷേ ആരും ജോണിയെ വകവയ്ക്കുന്നില്ല. അവരവരുടെ തല്ലും വഴക്കും ബഹളമൊക്കെ തുടർന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുഞ്ഞു ജോണിക്കും കുറേ ദേഷ്യം വന്നു. അപ്പോൾ ജോണി ഇപ്രകാരം കരുതി, എന്നാൽ ശരി, എന്ന് ഇവരെ അടിച്ചും ഇടിച്ചും ഒതുക്കാമെന്ന് ഈ കുട്ടി ചിന്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ദർശനമാണ്. അടിച്ചും ഇടിച്ചും ഈ കുട്ടികളെ മെരുക്കാമെന്ന് കരുതിയ സമയത്ത് പെട്ടെന്ന് ഈ കുഞ്ഞു ജോണിയുടെ മുമ്പിലേക്ക് വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ കടന്നു വന്നു. ആ സ്ത്രീ ഈ ജോണി എന്ന കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു, ഈ കുട്ടികളെ നന്നാക്കാനും അവരെ ശാന്തമാക്കാനും ആണെങ്കിൽ അടിച്ചതുകൊണ്ടും ഇടിച്ചതുകൊണ്ടും യാതൊരു പ്രയോജനവുമില്ല. നീ സ്നേഹത്തോടും മര്യാദയോടും കൂടെ അവരോട് നീ ഇടപഴകുക, അപ്പോൾ ആ കുട്ടികൾ ശാന്തരായിക്കൊള്ളും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്ത്രീ പറഞ്ഞ് അല്പസമയത്തിനുള്ളിൽ ഈ കുഞ്ഞു ജോണി നോക്കുമ്പോൾ ദർശനത്തിൽ, സ്വപ്നത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് കാണുന്നത്. ഈ കുട്ടികളെല്ലാം വന്യജീവികൾ പോലെ ഒരു പ്രത്യേക തരത്തിലുള്ള വന്യജീവികളായി മാറുന്നു. ഈ വന്യജീവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറുന്നു, ബഹളം വയ്ക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ജോണി കാണുന്ന താഴ്വരയിൽ ദർശനമാണ്, സ്വപ്നമാണ്. താഴ്വരയിൽ നിന്ന് ഒരു ആട്ടിടയൻ മധുരമായിട്ട് ഗാനം ആലപിക്കുന്നു. അങ്ങനെ ആട്ടിടയൻ ഈ കുട്ടികളുടെ അടുത്തേക്ക് വരുന്നു. ആ മധുരഗാനം കേൾക്കുമ്പോൾ ഈ കുട്ടികളെല്ലാം, വന്യജീവികളെ പോയ ആ കുട്ടികൾ എല്ലാം, അവർ വീണ്ടും രൂപമാറ്റം വന്ന് അവർ നല്ല കുഞ്ഞാടുകളായി മാറുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ 9ാമത്തെ വയസ്സിൽ ഈ ജോണിക്ക് ദൈവം കൊടുത്ത സ്വപ്നമാണത്. അപ്പോൾ ജോണി പിന്നീട് അതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ജോണിക്ക് മനസ്സിലായി, അന്ന് പ്രത്യക്ഷപ്പെട്ട സുന്ദരിയായ സ്ത്രീ പരിശുദ്ധ അമ്മയാണ്. അന്ന് മധുരഗാനം പാടിയ ഇടയൻ, നല്ല ഇടയനായ യേശുവാണ്. എന്നെ ഒരു വൈദികനാകാൻ ഈശോ വിളിക്കുന്നതാണെന്ന് ജോണിക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ദരിദ്ര കുടുംബത്തിലായതുകൊണ്ട് ഈ ജോണി അമ്മയുടെ അടുത്ത് കണ്ട സ്വപ്നവും ദർശനവും എല്ലാം അമ്മയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവൻ്റെ മമ്മ മാർഗരറ്റ് അവനെ ചേർത്ത് പിടിച്ച് അവനോട് പറഞ്ഞു, കുഞ്ഞു ജോണി, നിന്റെ അമ്മ എത്ര ദരിദ്രയാണെന്ന് നിനക്കറിയാമല്ലോ. എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല ഇത് എന്ന് മമ്മ പറഞ്ഞു. അതിനുശേഷം അവൻ്റെ മമ്മ ഈ ജോണിയോട് ഇങ്ങനെ കൂട്ടിച്ചേർത്തു, പരിശുദ്ധ അമ്മയും ഈശോയും പരിശുദ്ധ അമ്മയും വിചാരിച്ചാൽ
എന്തും നടക്കും. ഓൻ പ്രാർത്ഥിച്ചൊരുങ്ങുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീട് 7 വർഷങ്ങൾ ഈ കുഞ്ഞു ജോണി പ്രാർത്ഥിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, തൻ്റെ ആഗ്രഹം സമർപ്പിച്ചു. 7 വർഷങ്ങൾക്ക് ശേഷം ഇടവകയിൽ വന്ന വികാരിയച്ഛനും ഇടവകക്കാരും ചേർന്ന് ജോണിയെ സെമിനാരിൽ വിടാനും പഠിപ്പിക്കാനും തീരുമാനിച്ചു. അവർ അതിനുള്ള ചെലവുകളൊക്കെ എടുത്തു, പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ ജോണിക്ക് ആവശ്യമായിട്ടുള്ള പണമൊക്കെ നൽകി അങ്ങനെ സെമിനാരിൽ ചേർത്തുകയാണ്. അങ്ങനെ ഈ കുഞ്ഞു ജോണി സെമിനാരിൽ ചേർന്ന് അനേക വർഷത്തെ പരിശീലനത്തിന് ശേഷം അദ്ദേഹം അങ്ങനെ വൈദികനായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, അപ്പോൾ ഈ ജോൺ ബോസ്കോയ്ക്ക് ദൈവം നൽകിയ ദർശനം, സ്വപ്നം, 9ാമത്തെ വയസ്സിൽ നൽകിയ ദർശനത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും അർത്ഥം ഇതായിരുന്നു: കുട്ടികൾക്ക് വേണ്ടിയും യുവതി യുവാക്കൾക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രവർത്തിക്കണം. അവരെ തല്ലിക്കൊണ്ടും വഴക്കടിച്ചുകൊണ്ടും അടിച്ചുകൊണ്ടുമല്ല അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരേണ്ടത്, സ്നേഹം കൊണ്ടും നല്ല പെരുമാറ്റത്തിലൂടെയും അവരെ ദൈവമക്കളാക്കി മാറ്റണം. ആ ഒരു ലക്ഷ്യം മുൻനിർത്തി ഡോൺ ബോസ്കോ, വിശുദ്ധ ഡോൺ ബോസ്കോ അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഡോൺ ബോസ്കോയുടെ പ്രവർത്തനങ്ങളിലൂടെയും പിന്നീട് അദ്ദേഹം സ്ഥാപിച്ച സഭയിലൂടെയും ലോകമെമ്പാടും കോടിക്കണക്കിന് യുവതി യുവാക്കളാണ്, കുട്ടികളാണ് ദൈവത്തിലേക്ക് വരികയും അതോടൊപ്പം അവരുടെ ജീവിതത്തിൽ വളർച്ച നേടുകയും ചെയ്തിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ഈ ജോണി, കുഞ്ഞു ജോണി തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച അന്നു മുതൽ ദൈവത്തിൻ്റെ സംരക്ഷണം ഈ ജോണിയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഡോൺ ബോസ്കോയെക്കുറിച്ച് വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ കടന്നു വന്ന ഒരു വലിയ ഒരു കൂറ്റൻ ബ്രൗൺ നിറത്തിലുള്ള ചാര നിറത്തിലുള്ള ഒരു പട്ടിയെക്കുറിച്ച് ഞാൻ വായിക്കാനിട വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം രോഗികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ ആക്രമിക്കാൻ അദ്ദേഹത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആദ്യമായിട്ട് അദ്ദേഹം ഒരിക്കൽ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഏതാനും ചിലർ കവർച്ചക്കാർ അദ്ദേഹത്തെ മർദ്ദിക്കാനും ഉപദ്രവിക്കാനും വന്നു. ആ സമയത്ത് ഒരു കൂറ്റൻ ഈ നായ, ഒരു ചാരനിറത്തിലുള്ള ഒരു പട്ടി വന്നു. അങ്ങനെ അവരൊക്കെ പേടിപ്പിച്ച് ഓടിപ്പിച്ചു. ആശ്രമം വരെ ജോൺ ബോസ്കോയെ എത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നീട് ജീവിതത്തിൽ എപ്പോഴും അപകട സമയങ്ങളിൽ ഈ പട്ടി ഈ ഡോൺ ബോസ്കോയുടെ സഹായത്തിനെത്തുമായിരുന്നു. പിന്നീട് ഒരിക്കൽ അദ്ദേഹം ഒരു രാത്രിയിൽ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പോകുമ്പോൾ ഒരു മനുഷ്യൻ ഒരു മരത്തിൻ്റെ മുകളിലിരുന്ന് ഈ ഡോൺ ബോസ്കോയെ വെടിവെക്കുകയാണ്. 2 വട്ടം വെടിവെച്ചു. അപ്പോൾ ആ വെടിവെക്കുന്ന ആ സമയത്തിനുള്ളിൽ ജോൺ ബോസ്കോ കണ്ട കാര്യം, ഈ കൂറ്റൻ നായ, ആ നായയെ ജോൺ ബോസ്കോ വിളിച്ചിരുന്ന സ്നേഹത്തോടെ ഗ്രിഗോറിയോ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നായ ആ മരത്തിൻ്റെ നേരെ പാഞ്ഞു ചെന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വെടിവെച്ച് ഉന്നം തെറ്റിപ്പോയി. അങ്ങനെ ആ വെടിവെപ്പിൻ്റെ ആ അപകടത്തിൽ നിന്ന് ജോൺ ബോസ്കോ അന്ന് രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീട് ഒരിക്കൽ ജോൺ ബോസ്കോ മിഷൻ പ്രവർത്തനം കഴിഞ്ഞ് തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് പിന്നിലൂടെ വന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചാക്കിട്ട് മൂടി ഏതാനും ചിലർ അദ്ദേഹത്തെ കൊല്ലാൻ പരിശ്രമിച്ചപ്പോൾ തൻ്റെ അന്ത്യം അടുത്തു എന്ന് കരുതി ജോൺ ബോസ്കോ ദൈവത്തോട് നല്ല മരണത്തിനായി പ്രാർത്ഥിച്ച സമയത്ത് ഈ ചാരനിറത്തിലുള്ള ഈ കൂറ്റൻ നായ ഗ്രിഗോറിയോ അവിടെ പാഞ്ഞെത്തി ഈ ജോൺ ബോസ്കോയെ അവിടുന്ന് രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറൊരു അവസരത്തിൽ അദ്ദേഹം രാത്രിയിൽ അദ്ദേഹത്തെ ഒരു അജ്ഞാതൻ വന്ന് വിളിച്ചു. വിശുദ്ധ ജോൺ ബോസ്കോ ഒരു അജ്ഞാതൻ വന്ന് ദൂരെയുള്ള ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരണമെന്ന് പറഞ്ഞ് വിളിച്ചു. പക്ഷേ വിശുദ്ധ ജോൺ ബോസ്കോ, നിഷ്കളങ്കനായ വൈദികൻ, തൻ്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ കൂറ്റൻ നായ, ഈ ഗ്രിഗോറിയോ വന്ന് അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹം പോയില്ല. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് ഈ ജോൺ ബോസ്കോയുടെ സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തി വന്ന് പറഞ്ഞു, ആ അജ്ഞാതൻ വന്നത് വേറൊരു അജ്ഞാത സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊന്നുകളയുന്നതിന് വേണ്ടിയായിരുന്നു.
അതാണ് ഈ കൂറ്റൻ നായ അതിൽ നിന്നാണ് രക്ഷിച്ചത്. പ്രൈസ് ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. സ്നേഹമുള്ളവരെ, ഈ നായ, ഈ പട്ടി ജോൺ ബോസ്കോയുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ സഹായിക്കാൻ വന്നത്, ആ സഹായിച്ചതിന് ശേഷം അപ്രത്യക്ഷമാകും. ഇത് ഒറിജിനലായിട്ട് നടന്ന കാര്യങ്ങളാണ്, കഥയൊന്നുമല്ല. അപ്പോൾ അതാണ് പറയുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവർക്കും ദൈവം നൽകുന്ന സംരക്ഷണത്തിൻ്റെ വലിയൊരു അടയാളമാണ് വിശുദ്ധ ജോൺ ബോസ്കോയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. പ്രൈസ് ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 10-30 വർഷങ്ങൾക്ക് ശേഷം, ഈ അനുഭവങ്ങൾക്കൊക്കെ ശേഷം 10-30 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരിക്കൽ കൂടെ ഇങ്ങനെ ആഗ്രഹിച്ചു, ഒറ്റയ്ക്കൊരു യാത്ര ചെയ്യുമ്പോൾ എന്നെ സഹായിക്കാൻ വന്ന ഗ്രിഗോറിയോ ഉണ്ടായിരുന്നെങ്കിൽ. അന്ന് ഈ കൂറ്റൻ നായ അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഒരു ഭവനത്തിൽ അദ്ദേഹം കയറി. അവരങ്ങനെ നല്ല തണുപ്പ് കാലമായിരുന്നു, വാതിലെല്ലാം അടച്ചിട്ട് ഇവരകത്തിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഈ കൂറ്റൻ നായ ഗ്രിഗോറിയെ കാണാനില്ല. വീട്ടുകാരെല്ലാവരും അതിശയിച്ചു, കാരണം എല്ലാ വാതിലുകൾ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് ആ വീട്ടുകാർക്കും എല്ലാവർക്കും മനസ്സിലായി, ദൈവം ജോൺ ബോസ്കോയെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ അയച്ചിരുന്ന ഒരു പട്ടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ദൂതനായിരുന്നു ജോൺ ബോസ്കോയ്ക്ക് സംരക്ഷണം നൽകിക്കൊണ്ടിരുന്നത്. പ്രൈസ് ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. Hallelujah. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് ബാക്കി കാര്യങ്ങൾ നോക്കിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധ ഡോൺ ബോസ്കോ സ്ഥാപിച്ച സഭയിലൂടെ, അത് സിസ്റ്റേഴ്സിൻ്റെ സഭയും വൈദികരുടെ സഭയും ഒക്കെ ഉണ്ട്. ഇന്ന് ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന വലിയൊരു സഭയാണ്. ഒത്തിരിയേറെ വൈദികരും സിസ്റ്റേഴ്സും ഉണ്ട്. കോടിക്കണക്കിന് യുവതി യുവാക്കൾ, കോടിക്കണക്കിന് മക്കൾ ഇവരുടെ പ്രവർത്തനങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, ദൈവമക്കളായി മാറിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് 19-ാം നൂറ്റാണ്ടിൽ ദൈവം ജോൺ ബോസ്കോയ്ക്ക് കൊടുത്ത ദർശനമായിരുന്നു അന്നത്തെ കുട്ടികളുടെ സ്വഭാവത്തെക്കുറിച്ച്. അതായത് അവരെ ഉപദേശിക്കുകയോ അവരെ തല്ലുകയോ അവരെ ഇടിക്കുകയോ ചെയ്തതുകൊണ്ട് പ്രശ്നങ്ങൾ തീരുകയില്ല. അവർ വന്യജീവികളെപ്പോലെ കൂടുതൽ അക്രമാസക്തരാവുകയുള്ളൂ. സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടെ മക്കളോട് ഇടപഴകിയാൽ അവരെ നല്ല മക്കളാക്കി മാറ്റാനും ദൈവമക്കളാക്കി മാറ്റാനും സാധിക്കുമെന്ന് ദൈവം അന്ന് ജോൺ ബോസ്കോയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ഒരു പക്ഷത്തെ ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഭവനങ്ങളിലൊക്കെ മാതാപിതാക്കൾ പലവിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്, കുട്ടികളുടെ പല പ്രത്യേകതകൾ കൊണ്ടും. അപ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഏറ്റവും വലിയ സത്യം ഇതാണ്: മക്കൾ ദൈവമക്കളായിത്തീരാൻ ഏറ്റവും നല്ലത് സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടെ ദൈവത്തിൽ അവരെ ഏൽപ്പിച്ച് ദൈവഭക്തിയിൽ അവരെ വളർത്തിയാൽ അവർ നല്ലവരാകും. അതാണ് ഈശോ ഡോൺ ബോസ്കോയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 ഈ ഡോൺ ബോസ്കോ ഫാദേഴ്സിന്റെ ഒരു വലിയ കോളേജ് മണിപ്പൂര് മാരാം എന്ന് പറയുന്നൊരു സ്ഥലത്തുണ്ട്. അവിടെ ഈ മാരാം എന്ന സ്ഥലത്ത് അവിടെ 3-4 പള്ളികളുണ്ട്. അപ്പോൾ ഞാൻ ആ പള്ളികളിൽ ധ്യാനിപ്പിക്കാൻ ചെന്ന സമയത്ത് ഞാൻ അവിടുത്തെ അച്ഛന്മാരെന്നെ ഈ കോളേജിൽ കൊണ്ടുപോയിരുന്നു, മാരാം കോളേജ്. അവിടെ മണിപ്പൂരിലുള്ള ഒരു വലിയ കോളേജാണ്, ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജാണ്. അപ്പോൾ അവിടുത്തെ അച്ഛന്മാർ, ഡോൺ ബോസ്കോ അച്ഛന്മാർ പറഞ്ഞ കാര്യം, ആദ്യം ഈ കോളേജ് അവിടെ തുടങ്ങിയ ആദ്യ നാളുകളിൽ അവിടെ ഏതാനും അക്രമങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയിട്ട് ചില ആളുകൾ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഈ അച്ഛന്മാർ ആ കോളേജ് അവിടെ ഇനി തുടർന്ന് നടത്തണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് എന്നറിയപ്പെടുന്ന പല ഗ്രൂപ്പുകളുണ്ട്. അവർ ഇങ്ങനെ അക്രമങ്ങൾ നടത്തുകയും പല വിധത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കോളേജ് ഈ ഡോൺ ബോസ്കോ അച്ഛന്മാരിനി നടത്തുന്നില്ല, നിർത്തുന്നു എന്ന് മനസ്സിലായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അണ്ടർഗ്രൗണ്ടിൽപ്പെട്ട എല്ലാ ആളുകളും, ഇങ്ങനെ അക്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്ന എല്ലാ ആളുകളും അവരൊരു മീറ്റിംഗ് കൂടി
അവർ ഒരു തീരുമാനമെടുത്തു. ഡോൺ ബോസ്കോ ഫാദേഴ്സ് തുടങ്ങുന്ന ഈ കോളേജിൽ എന്ത് കാര്യമുണ്ടായാലും നമ്മൾ ഇടപെടുകയില്ല എന്ന് നമുക്ക് അവർക്ക് എഴുതി കൊടുക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മണിപ്പൂരിലെ മാരാം എന്ന സ്ഥലത്ത് ഒരു ഡോൺ ബോസ്കോ കോളേജ് ഉണ്ട്. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഈ കോളേജ്, വർഷങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന ആ കോളേജിൽ അവിടെ സമരമില്ല, ഒരു പ്രശ്നവുമില്ല. എന്ത് പ്രശ്നം അവിടെ ഉണ്ടായാലും അവിടെയുള്ള ആരും പുറമേ നിന്ന് അതിലിടപെടുകയില്ല. കാരണം പിതാവായ ഡോൺ ബോസ്കോയുടെ പ്രവർത്തനങ്ങളുടെ അനുഗ്രഹമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, വിശുദ്ധ ജോൺ ബോസ്കോയുടെ തിരുനാള് തിരുസഭ ഈ വെള്ളിയാഴ്ച 31-ാം തീയതിയാണ്, ജനുവരി 31-ാം തീയതി ആഘോഷിക്കുമ്പോൾ വിശുദ്ധ ജോൺ ബോസ്കോയ്ക്ക് ദൈവം കൊടുത്ത അനുഗ്രഹവും കൃപയും സംരക്ഷണവും നമുക്കും നമ്മുടെ മക്കൾക്കും ലഭിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തോടൊപ്പം നിന്നാൽ ദൈവം നമ്മളെ സംരക്ഷിക്കും. ദൈവവചനമനുസരിച്ച് ജീവിച്ചാൽ എല്ലാ അപകടങ്ങളിലും ദൈവത്തിൻ്റെ ദൂതന്മാരെ ദൈവം നമുക്ക് വേണ്ടി അയക്കും. ദൈവവചനമനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ നമുക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അതാണ് വിശുദ്ധ ജോൺ ബോസ്കോയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടുള്ള ഒരു ഗാനം നമുക്ക് ആലപിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാനും നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിന് ഭരമേൽപ്പിക്കാനും നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ദൈവത്തിൻ്റെ മകന് ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ സ്വർഗത്തിൽ നിന്നും ഒരു കൂറ്റൻ നായയെ അയച്ച്, ഒരു പട്ടിയെ അയച്ച് ദൈവം എല്ലാ അപകടങ്ങളിൽ നിന്നും ആ മകനെ രക്ഷിച്ചു. കാരണം ആ മകൻ അത്രയും നിഷ്കളങ്കനായിരുന്നു, ആ മകൻ അത്രയും വിശ്വാസമുണ്ടായിരുന്നു, ആ മകന് സ്വാർത്ഥ ചിന്തകൾ ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ആ മകൻ ജീവിച്ചു. ഇന്നും അത് നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കും. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ജീവിച്ചാൽ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ വിശ്വസിച്ചാൽ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ മക്കളെ വളർത്തിയാൽ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ മക്കളെ ദൈവത്തിന് ഭരമേൽപ്പിച്ചാൽ, ദൈവം നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും മക്കളിലും ഇടപെടുമെന്നാണ് വിശുദ്ധ ഡോൺ ബോസ്കോയുടെ തിരുനാൾ അവസരത്തിൽ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ മക്കളെ പ്രത്യേകമായിട്ട് വിശുദ്ധ ഡോൺ ബോസ്കോയുടെ മാധ്യസ്ഥയിലൂടെ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കോടിക്കണക്കിന് യുവതിയുവാക്കളെ, കോടിക്കണക്കിന് തെരുവിൽ കഴിഞ്ഞിരുന്ന മക്കളെ ഒക്കെ കർത്താവിൻ്റെ മക്കളാക്കി ശാന്തതയും സ്നേഹവും നിറച്ചു മാറ്റുവാൻ വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്ക് സാധിച്ചെങ്കിൽ ആ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ മാധ്യസ്ഥയിലൂടെ നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. മറ്റെല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കാം. അതോടൊപ്പം ആ കുഞ്ഞു ജോണിയുടെ അമ്മ പറഞ്ഞ വാക്കുകൾ, മമ്മ മാർഗ്രറ്റ് പറഞ്ഞ കാര്യങ്ങൾ, കുഞ്ഞു ജോണി, നിന്റെ ആഗ്രഹം ദരിദ്രയായ അമ്മയ്ക്ക് നടത്തിത്തരാൻ സാധിക്കുകയില്ല. പക്ഷേ ഈശോയും പരിശുദ്ധ അമ്മയും വിചാരിച്ചാൽ അത് നിനക്ക് നടത്തിത്തരാൻ സാധിക്കുമെന്ന് വിശ്വാസത്തോടെ ഒരമ്മ കുഞ്ഞു ജോണിയോട് പറഞ്ഞു കൊടുത്തപ്പോൾ ദൈവം അത് നടത്തിക്കൊടുത്തു. നമ്മുടെ കുടുംബങ്ങളിലും ദാരിദ്ര്യത്തിലൂടെ, സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ, തകർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ അപ്പനും അമ്മയും കുഞ്ഞുമക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്, നമ്മൾ ദരിദ്രരാണ്, ഞങ്ങളെ കൊണ്ടത് സാധിക്കുകയില്ല. പക്ഷേ ഈശോയും പരിശുദ്ധ അമ്മയും വിചാരിച്ചാൽ ഇത് നടന്നു കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നമ്മുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് ഗാനമാലപിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, വചനത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ശക്തിയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. വിശുദ്ധ ഡോൺ ബോസ്കോയിലൂടെ അനേകം കുഞ്ഞുമക്കളെ ദൈവമക്കളാക്കി മാറ്റിയ ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന് ജീവിതത്തെ ഭരമേൽപ്പിച്ചാൽ ദൈവം എല്ലാം നടത്തിത്തരുമെന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും സാധിക്കാത്ത കാര്യങ്ങൾ ഈശോയും
പരിശുദ്ധമ്മയും വിചാരിച്ചാൽ നടന്നു കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, മഹത്വം, മഹത്വം, മഹത്വം. യേശുവേ ആരാധന, 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 മഹത്വം, 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 മഹത്വം. യേശുവേ ആരാധന, മഹത്വം, 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 മഹത്വം. കരങ്ങൾ അടിച്ച് പാടി പ്രാർത്ഥിക്കാം. ശക്തമായി കരമടിച്ച് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവരുടെ ചുവടുകളിൽ, അനുഗമിച്ചിടും അവരുടെ ചുവടുകളിൽ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവരുടെ ചുവടുകളിൽ, അനുഗമിച്ചിടും അവരുടെ ചുവടുകളിൽ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ തരുകില്ലൊരു സുഖവും മനഃശാന്തിയതും, ഇഹലോകമോ തരുകില്ലൊരു സുഖവും മനഃശാന്തിയതും. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്, എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവരുടെ ചുവടുകളിൽ, അനുഗമിച്ചിടും അവരുടെ ചുവടുകളിൽ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവരുടെ ചുവടുകളിൽ, അനുഗമിച്ചിടും അവരുടെ ചുവടുകളിൽ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എല്ലാം സമർപ്പിച്ചുകൊണ്ട് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവരുടെ കുടുംബത്തിലെ എല്ലാ മക്കളെയും സമർപ്പിച്ചിടും അവരുടെ ചുവടുകളിൽ. സാമ്പത്തിക പ്രതിസന്ധികൾ സമർപ്പിച്ച്, അവൻ വഴികളെ ഞാൻ വിവാഹ തടസ്സങ്ങൾ സമർപ്പിച്ച്, അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ സമർപ്പിച്ച്, എല്ലാ രോഗങ്ങളും സമർപ്പിച്ച് നമുക്കൊന്നു ചേർന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. യേശുവേ ആരാധന. കർത്താവേ, വിശുദ്ധ ജോൺ ബോസ്കോയുടെ മാധ്യസ്ഥതയിലൂടെ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാ യുവതി യുവാക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയെ, വലിയ അനുഗ്രഹം കുടുംബങ്ങളിൽ വർഷിക്കപ്പെടട്ടെ. അപകട സമയങ്ങളിൽ, അനർത്ഥങ്ങളിൽ, രോഗങ്ങളിൽ വലിയ സൗഖ്യമുണ്ടാകട്ടെ.
ദാരിദ്ര്യത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ കടന്നു വരട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വരട്ടെ. മാരക രോഗങ്ങളിലേക്ക്, ഇപ്പോൾ എഴുതാൻ പോകുന്ന പരീക്ഷകളിലേക്ക് കർത്താവിൻ്റെ ശക്തി കടന്നു വരട്ടെ. കുടുംബ കലഹങ്ങളിലേക്ക് ഈശോയുടെ ശക്തി കടന്നു വരട്ടെ. അസാധ്യ കാര്യങ്ങളിലേക്ക് ഈശോ കടന്നു വരട്ടെ. വിദേശത്ത് ജോലിയില്ലാതെ സങ്കടപ്പെടുന്നവർക്ക് യേശുവിൻ്റെ ശക്തി കടന്നു വരട്ടെ. വിദേശത്ത് PR-ന് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീക്കി കൊടുക്കണമേ. യേശുവേ, അനുഗ്രഹം വർഷിക്കണമേ. ഒന്ന് ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അനുഗ്രഹിക്കണമേ കർത്താവേ. ഒരാളെ പോലും വെറും കൈയോടെ പറഞ്ഞയക്കരുത് ഈശോയെ. ഒരു കുടുംബത്തെ പോലും വെറും കൈയോടെ ഇവിടുന്ന് പറഞ്ഞയക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, മഹത്വം, 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 മഹത്വം. സ്തുതി, ആരാധന, മഹത്വം, 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 മഹത്വം. യേശുവേ, ആരാധന, 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 ആരാധന. മഹത്വം, 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 മഹത്വം. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുടുംബത്തിനും നമുക്കെല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ക്ലൈമറ്റ് മാറിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് പനി വരിക, ജലദോഷം വരിക, അങ്ങനെയുള്ള അസുഖങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള 36ഓളം പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അടുത്തു വരുന്ന പരീക്ഷകളെ കുറിച്ച് വലിയ ഭയവും ടെൻഷനുമുള്ള 64ഓളം കുട്ടികളാകണമെന്നില്ല, ചിലപ്പോൾ അവരുടെ മാതാപിതാക്കളായിരിക്കാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ള ഒരു 64ഓളം കുട്ടികളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പാമ്പ് കടിയേറ്റ ഒരു വ്യക്തി, അതിൽ ഭയവും ഉണ്ടായിരുന്നു, പൂർണ്ണ സൗഖ്യത്തിലേക്കും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 ഏറെ നാളുകളായിട്ട് വിവാഹം നടക്കാത്ത ഒരു വ്യക്തിയുടെ വിവാഹം കർത്താവ് ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യൂട്രസ് സംബന്ധമായിട്ടുള്ള രോഗപീഠകൾ, യൂട്രസിൽ മുഴ, ബ്ലീഡിങ്, അങ്ങനെയൊക്കെയുള്ള പലവിധത്തിലുള്ള അസ്വസ്ഥതകളുള്ള 4 സഹോദരിമാരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. തൊണ്ടവേദന, ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചുമ, അങ്ങനെയുള്ള അസ്വസ്ഥതകളുള്ള 24ഓളം പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 തലയിലെ മുടി കൊഴിഞ്ഞു പോവുക, അതോടൊപ്പം അതിൽ 1-2 പേരുടെ തലയിൽ നിന്ന് വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോവുക, ഏതോ ഒരു പ്രത്യേക അസുഖം പോലെ വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോവുക. ഇങ്ങനെ അസ്വസ്ഥതയുള്ള 5ഓളം പേരെ, അതിൽ 2 പേരുടെയാണെന്ന് തോന്നുന്നു വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്നത്. അങ്ങനെ മൊത്തത്തിൽ 5 പേരെ കർത്താവ് ഇടപെട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാതെ പ്രാർത്ഥനയിൽ കുറച്ച് നാളുകളായിട്ട് ആ ജ്വലനം നഷ്ടപ്പെട്ടു പോയിരുന്നു. അങ്ങനെയുള്ള 62ഓളം പേരെ കർത്താവ് വീണ്ടും പ്രാർത്ഥിക്കുവാനുള്ള ജ്വലനം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 വീണ്ടും വീണ്ടും കർത്താവ് ക്ഷമിക്കുമെന്നോർത്ത് പാപം ചെയ്യരുത് എന്ന് കർത്താവ് 4 പേർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ജഡിക പാപങ്ങളാണ്, അവിശ്വസ്തതയാണ് അവരോട് കർത്താവ് പറയുന്നു. വീണ്ടും വീണ്ടും കർത്താവ് ക്ഷമിക്കുമെന്നോർത്ത്
വീണ്ടും വീണ്ടും പാപം ചെയ്യരുതെന്ന് 4 പേരെ ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 അയൽപ്പക്കങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ട് വഴക്കാണ്, മിണ്ടുന്നില്ല. അങ്ങനെയുള്ള 2 കുടുംബങ്ങളിൽ ഈശോ ആ കുടുംബങ്ങളെ രമ്യതയിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള 7 പേരെ കർത്താവ് രാത്രിയിൽ സുഖനിദ്ര നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോന്ന ഒരു സഹോദരി, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആ സഹോദരി പിണങ്ങാറുണ്ട്. ഈശോയുടെ ആഗ്രഹം ആ മകളോട് ആ ഭവനത്തിലേക്ക് തിരിച്ചു പോകാൻ ഈശോ ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദമ്പതികൾക്ക് വീണ്ടും ഒന്നിച്ചു പോകാനുള്ള കൃപ ഈശോ ഒരുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബ്രസ്റ്റിൽ നീർക്കെട്ട്, തടിപ്പ്, ചെറിയ മുഴകൾ, ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉള്ളത് മൂലം അത് ക്യാൻസർ ആണോ, എന്തെങ്കിലും മാരക രോഗമാണോ എന്നൊക്കെ ഭയപ്പെട്ട് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന 4 സഹോദരിമാരെ ഈശോ അനുഗ്രഹിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സുഖപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സാക്ഷ്യങ്ങള്: എൻ്റെ പേര് സിന്ധു. ഞാനും എൻ്റെ ഹസ്ബൻഡും മോന് നല്ലൊരു ജോലി ലഭിക്കുവാനായി 7 ആഴ്ച നൊവേനയിലും ആരാധനയിലും പങ്കെടുക്കാമെന്ന് നിയോഗം വച്ചതിൻ്റെ ഫലമായി 2 ആഴ്ചയായപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞ് 2 പേർക്ക് വിദേശത്തേക്കുള്ള വിസ തടസ്സം മാറുന്നുവെന്ന്. അതിലൊന്ന് മോനാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. 4ാമത്തെ ആഴ്ചയായപ്പോൾ മകൻ വിദേശത്തേക്ക് പോവുകയും അവിടെ നല്ലൊരു കമ്പനിയിൽ നല്ല ജോലി ലഭിക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പണം തിരിച്ച് കിട്ടാനുണ്ടായിരുന്നു. അതും ദൈവാനുഗ്രഹത്താൽ തിരികെ കിട്ടി. ഈ അനുഗ്രഹം ഞങ്ങൾക്ക് തന്ന ഈശോയ്ക്കും മാതാവിനും വിശുദ്ധ അന്തോണീസിനും വിശുദ്ധ മിഖായേൽ മാലായിക്കും വിശുദ്ധ യൂദാസ് ലീഹായ്ക്കും കോടാനുകൂടി നന്ദി. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. കമലാക്ഷി കട്ടിപ്പാറ, നേരോത്ത്. എനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ ഇടത് കണ്ണിന് വേദനയും കൂടാതെ ലൈറ്റിൻ്റെ പ്രകാശത്തിൽ നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിരുന്നു. ആ നിമിഷം മുതൽ ഞാൻ ഈശോയും പരിശുദ്ധ അമ്മയും വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ കണ്ണിൻ്റെ വേദനയും അസ്വസ്ഥതയും മാറിക്കിട്ടി. എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. കമലാക്ഷി കട്ടിപ്പാറ. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല നലയുന്നോരേ, ആടിപ്പാടുള്ളവർ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കൽ എത്തുന്നതുവരെ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ
രക്ഷിക്കുവാൻ കഴിയുമല്ലോ. കഴിയും. ആബാ പിതാവേ, ആബാ പിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമേൻ. കൂടെ കരങ്ങൾ ഉയർത്തി നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇവിടെ കടന്നു വന്നിട്ടുള്ള ഓരോ മകനെയും മകളെയും അനുഗ്രഹിക്കണം. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. വന്യജീവികളിൽ നിന്ന് സംരക്ഷണം നൽകണം. ഈശോയുടെ വലിയ അനുഗ്രഹം ലഭിക്കട്ടെ. കൃപ നിറയട്ടെ. അഭിഷേകം ഒഴുകട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. മഹത്വം, മഹത്വം, മഹത്വം. കാൽമുട്ടിൽ ശക്തമായിട്ടുള്ള വേദനയുണ്ട്, മുട്ടുകുത്താൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള 4 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി വീട്ടിലേക്ക് വന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു സഹോദരി ആ വ്യക്തിക്ക് എന്തോ കാര്യത്തിന് കുറെ പണം കൊടുത്തു. ആ പണം നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം ആ സഹോദരി വലിയ ഭയത്തിലാണ്. ആ സഹോദരി ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സഹോദരിയെ ഈശോ അനുഗ്രഹിക്കുന്നു, ഭയം മാറ്റുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലനായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും